ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് ടെൻസാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ഞങ്ങൾ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞങ്ങൾ എന്ന് വെച്ചാൽ വി. പ്രശ്നത്തിന് നമുക്ക് ഇഷ്യൂ എന്ന് പറയാം, പ്രോബ്ലം എന്ന് പറയാം. നേരിടുക, അപ്പോൾ നേരിടുകയായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ കഴിഞ്ഞു പോയ കാര്യമാണ്, അവിടെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആയതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യം. അപ്പം എന്താ, ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഞങ്ങൾ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. അപ്പം ഞങ്ങൾ വി. അപ്പം വി ആയിട്ട് നമ്മളിനി എന്താ യൂസ് ചെയ്യാൻ പോണേ? കാര്യം ഓൾറെഡി നമുക്കറിയാം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ സബ്ജക്റ്റ് എന്താണെന്ന്. ഇത് സബ്ജക്റ്റ് വി ആണ്. ഈ വി എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പം കാര്യം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, വി ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിയുടെ കൂടെ എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് വേർ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ചിലരെങ്കിലും ആയിരിക്കും ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ വാസ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ആ വാസ് യൂസ് ചെയ്യുന്നത് നമ്മൾ സബ്ജക്റ്റ് നോക്കണം. സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്ലൂറലാണ്, നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം വി പ്ലൂറൽ. അപ്പോൾ ഇവിടെ ഹീയോ ഷിയോ ആയിരുന്നെങ്കിൽ നമുക്ക് ഹി വാസ് ഷീ വാസ് നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ വി ആയതുകൊണ്ടാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വേർ യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ്? വി വേർ ഫേസിങ് പ്രോബ്ലംസ്. നമ്മുടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം കുറേ പ്രശ്നങ്ങളുണ്ട്, ഒരു പ്രശ്നമല്ല, പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെ എഴുതിയത്? ഞങ്ങൾ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. വി വെയർ ഫേസിങ് പ്രോബ്ലംസ്. പിന്നെ വേറൊരു കാര്യം എന്താ, ഈ വേർ എന്ന് പറയുന്നത് എന്തിൻ്റെ, ഞാൻ ജസ്റ്റ് അതുങ്ങൾ എഴുതിയേക്കാം. ആർ. ഈ ആർ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് വേർ. ആറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മളൊരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കി വേർ എഴുതി. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, വേറിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ആർ. അപ്പം അതും ഓർത്ത് വെച്ചേക്കും. അപ്പം ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാത്തവർക്ക് കമൻറ്റ്സ് അയച്ചാൽ മതി, മനസ്സിലാവാത്തവർക്ക്. അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് പറയാം. ഞങ്ങൾ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. വി വെയർ ഫേസിങ് പ്രോബ്ലംസ്. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, അവർ സമയം കളയുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവരെന്ന് വെച്ചാൽ എന്താ? ദേ. സമയം, ടൈം. അവർ സമയം കളയുകയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം നമ്മളിപ്പം വേറൊരാൾക്കാരെ നോക്കിയിട്ട് പറയും, അവർ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക, അവർ സമയം കളയുക. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അവർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എന്ന് വെച്ചാൽ എന്താ? ദേ. അപ്പം ഇവിടെ നമ്മൾ ദേ എഴുതി. ഇപ്പോൾ ദേയുടെ കൂടെ നമ്മൾ എന്താ എഴുതാൻ പോണേ? എപ്പോഴും ശ്രദ്ധിക്കും, ഈ ദേ എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് പ്ലൂറലാണോ സിംഗുലർ ആണോ? അപ്പം ഞാൻ പറയാം, ദേ എന്ന് വെച്ചാൽ കുറേ പേരുണ്ട്. എന്ന് വെച്ചാൽ കുറേ പേര്. അപ്പം നമ്മൾ അറിയാം ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് വിളിക്കാം. അപ്പം ഈ ഒന്നിൽ കൂടുതലുള്ള സബ്ജക്റ്റിന് കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ആർ ഇവിടെ എഴുതാം. ദേ ആർ. ഈ ആർ പിന്നെ എഴുതിയ കാരണം എന്താ? ഇതൊരു പ്രസൻറ്റ് കാര്യമാണ് പറയണത്. അതുകൊണ്ടാണ് ആർ എഴുതി. നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചായിരുന്നു നമ്മൾ വേറെ എന്താ എഴുതുന്നത്. കാര്യം അത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. ഇത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ യൂസ് ചെയ്തത്. ദേ ആർ. അപ്പം അവർ സമയം കളയുകയാണ്. ദേ ആർ വേസ്റ്റിംഗ് ടൈം. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ ആർ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഇപ്പം സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഹീ ആണെങ്കിൽ ഹീ ആർ വേസ്റ്റിംഗ് ടൈം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഷീ ആണെങ്കിൽ ആർ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഈ ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റാണ്. ദേവി ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ആർ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ വെച്ചാൽ മതി, ഞാനൊന്നും കൂടെ ക്ലിയർ ആക്കി തരാം. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, എനിക്ക് കുറച്ച് സ്വകാര്യത വേണം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? എനിക്ക് എന്ന് വെച്ചാൽ എന്താ? ഐ. കുറച്ച്, അപ്പം നമുക്ക് എന്ന് പറയാം. സ്വകാര്യത, പ്രൈവസി. അപ്പം വേണം എന്നുള്ളത് നമുക്കിവിടെ നീഡ് ഉപയോഗിച്ച് എഴുതാം. അപ്പം എനിക്ക് കുറച്ച് സ്വകാര്യത വേണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. I need some privacy. എനിക്ക് കുറച്ച് സ്വകാര്യത വേണം. I need some privacy.
എനിക്ക് കുറച്ച് സ്വകാര്യത വേണം. ഐ നീഡ് സം പ്രൈവസി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അവൻ ഒരു അവസരം അർഹിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം അവൻ എന്ന് വെച്ചാൽ എന്താ, ഹി. ഒരു അവസരം, അപ്പോൾ അവസരത്തിന് നമ്മൾ എന്താ പറയുക, ചാൻസ്. അപ്പം ഒരു അവസരം എന്ന് പറയുമ്പോൾ ഈ ഒരു എന്ന് വരുമ്പോൾ നമുക്ക് എ യൂസ് ചെയ്യാം. എ ചാൻസ്. അവൻ ഒരവസരം, അപ്പോൾ ഒരവസരം എ ചാൻസ്. അർഹിക്കുകയാണ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഡിസേർവ്. അപ്പം അവൻ ഒരവസരം അർഹിക്കുന്നു. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹി ഡിസേർവ്സ്. അർഹിക്കുക, ഹി ഡിസേർവ്സ് എന്താ, ഒരവസരം. ഹി ഡിസേർവ്സ് എ ചാൻസ്. ഹി ഡിസേർവ്സ് എ ചാൻസ്. അവൻ ഒരവസരം അർഹിക്കുന്നു. ഹി ഡിസേർവ്സ് എ ചാൻസ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അവർ ആരെയും വിശ്വസിക്കുന്നില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. അവർ എന്ന് വെച്ചാൽ എന്താ, ദേ. ആരെയും എനിവൺ, എനിവൺ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ വിശ്വസിക്കുവാടെ ഇംഗ്ലീഷ് വരുന്ന ട്രസ്റ്റ് അല്ലെങ്കിൽ ബിലീവ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് ഡോണ്ട് യൂസ് ചെയ്യാം. അവർ ആരെയും വിശ്വസിക്കുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം ദേ ഡോണ്ട് ട്രസ്റ്റ്. ഇവിടെ എഴുതാം ട്രസ്റ്റ്. ദേ ഡോണ്ട് ട്രസ്റ്റ്. ട്രസ്റ്റ് വിശ്വാസം. ദേ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. അവർ ആരെയും വിശ്വസിക്കുന്നില്ല. ദേ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. അവർ എന്ന് വെച്ചാൽ എന്താ, അവർ എന്ന് പറഞ്ഞാൽ ദേ, പരസ്പരം ഈച്ച് അതർ. അപ്പോൾ കുറ്റപ്പെടുത്തുകയുടെ ഇംഗ്ലീഷ് വേർഡ് ബ്ലെയിം. അപ്പം ഇവിടെ അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയായിരുന്നു. അപ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. കാര്യമാണെങ്കിലും അവിടെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർ ഒരു പണ്ടത്തെ കാര്യമാണെങ്കിലും അവിടെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഇവിടെ തന്നെ ഫസ്റ്റ് പോയിന്റിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. അപ്പോൾ എങ്ങനെ എഴുതിയെന്ന് നമ്മൾ അവിടെ പഠിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാം. നമുക്ക് അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം, ദേ. അപ്പോൾ ഇനി ദേയുടെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോണത്. ഈ ദേ എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അവർ, അപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം പ്ലൂറൽ സബ്ജക്റ്റിനോട് എപ്പോഴും നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യം കൂടാണ്. അപ്പം നമുക്ക് എന്താ ആഡ് ചെയ്യാം, ദേ വെയർ. അപ്പം കുറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്താ, ബ്ലെയിം. കുറ്റപ്പെടുത്തുക, ബ്ലെയിം. അപ്പം നമുക്ക് ഇവിടെ ദേ വെയർ ബ്ലെയിമിങ്, ING കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദേ വെയർ ബ്ലെയിമിങ്. അപ്പം ബ്ലെയിമിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. അപ്പം ബ്ലെയിമിങ്ങിനായി. ദേ വെയർ ബ്ലെയിമിങ്. പരസ്പരം എന്ന് വെച്ചാൽ എന്താ, ഈച്ച് അതർ. ദേ വെയർ ബ്ലെയിമിങ് ഈച്ച് അതർ. അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയായിരുന്നു. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്തുകൊണ്ട് വാസ് യൂസ് ചെയ്തുകൂടാ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാണ്, ഇവിടെ വാസ് യൂസ് ചെയ്യാത്ത എന്താ കാര്യം, എപ്പോഴും നോക്കുക സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റാണ്. ഇപ്പം ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ഹിയോ ഷിയോ ഒക്കെ ആയിരുന്നു, നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാമായിരുന്നു. കാര്യം ഹി ഷിയൊക്കെ സിംഗുലർ സബ്ജക്റ്റ്, ഒറ്റ ഒരാളേ ഉള്ളൂ. ദേ വി ഒക്കെ പ്ലൂറൽ സബ്ജക്റ്റ്, കാര്യം കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാര്യം എന്താണ് ഞാൻ വാസിൻ്റെ കാര്യം പറയാൻ കാരണം, ആയിരുന്നു എന്ന് കേൾക്കുമ്പം നമ്മൾ വാസ് യൂസ് ചെയ്ത് എഴുതാറുണ്ട് കുറേ സെൻറ്റൻസിൽ. പക്ഷേ അവിടെയൊക്കെ സബ്ജക്റ്റ് നോക്കണം, എപ്പോഴും ഹിയോ ഷിയോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളവിടെ വാസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ നിന്നെ ചതിച്ചേക്കാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, അവർ എന്ന് വെച്ചാൽ ദേ. അപ്പം നിന്നെ ചതിക്കുക എന്ന് വെച്ചാൽ എന്താ, ചീറ്റ്. അപ്പം അവർ നിന്നെ ചതിച്ചേക്കാം. അപ്പം ഇവിടെ ഒരു കൺഫർമേഷൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു ഡൗട്ടാണ്, അവർ നിന്നെ ചതിച്ചേക്കാം. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവർ ദേ. അപ്പം ഇവിടെ ചതിച്ചേക്കാം എന്നൊരു ഡൗട്ടാണ്. അപ്പോൾ ആ ഒരു ഡൗട്ട്ഫുൾ അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദേ മൈറ്റ്. നമുക്കിവിടെ മൈറ്റ് യൂസ് ചെയ്ത് എഴുതാം, MIGHT മൈറ്റ്. ദേ മൈറ്റ് ചീറ്റ് യു. ദേ മൈറ്റ് ചീറ്റ് യു. അവർ നിന്നെ ചതിച്ചേക്കാം. ദേ മൈറ്റ് ചീറ്റ് യു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, നീ 2 തവണ ചിന്തിക്കണം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അപ്പം
നീ എന്ന് വെച്ചാൽ യു, 2 തവണയ്ക്ക് നമുക്ക് ട്വൈസ് എന്ന് പറയാം. അപ്പോൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ, തിങ്ക്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി, നീ 2 തവണ ചിന്തിക്കണം. യു ഷുഡ് തിങ്ക് ട്വൈസ്. നെക്സ്റ്റ് പോയിൻറ്റ്, സമയം ആരെയും കാത്തിരിക്കില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. സമയം ടൈം, കാത്തിരിക്കുക എന്ന് വെച്ചാൽ എന്താ, വെയിറ്റ്. ഇവിടെ കാത്തിരിക്കില്ല എന്നാണ് പറയണത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. സമയം ആരെയും കാത്തിരിക്കില്ല. ടൈം ഡസ് നോട്ട്, നമ്മളിവിടെ ഡസ് നോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡസിൻറ്റ്. ടൈം ഡസിൻറ്റ് വെയിറ്റ് ഫോർ ആരെയും കാത്തിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എഴുതാം എനി വൺ. ടൈം ഡസിൻറ്റ് വെയിറ്റ് ഫോർ എനി വൺ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും എഴുതാം. എങ്ങനെ, വേറെ രീതിയിൽ ഞാൻ പറയാം. ടൈം വെയിറ്റ്സ് ഫോർ നോ വൺ, അങ്ങനെ നമുക്ക് എഴുതാം. ടൈം വെയിറ്റ്സ് ഫോർ നോ വൺ. അപ്പം ഇവിടെ നമ്മൾ എഴുതിയത് ടൈം ഡസ് നോട്ട് വെയിറ്റ് ഫോർ എനി വൺ. ഈ ഡസ് നോട്ട് എന്നുള്ളത് നമുക്ക് ഡസിൻറ്റ് എന്ന് പറയാം. ടൈം ഡസിൻറ്റ് വെയിറ്റ് ഫോർ എനി വൺ, സമയം ആരെയും കാത്തിരിക്കില്ല. ടൈം ഡസിൻറ്റ് വെയിറ്റ് ഫോർ എനി വൺ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ആത്മനിയന്ത്രണത്തെ നമുക്ക് എങ്ങനെ പറയാം, സെൽഫ് കൺട്രോൾ. പല തെറ്റുകളും, മെനി മിസ്റ്റേക്സ്. തടയുക എന്ന് വെച്ചാൽ നമുക്ക് പ്രിവെൻറ്റ് എന്ന് പറയാം, പ്രിവെൻറ്റ്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ആത്മനിയന്ത്രണം പല തെറ്റുകളും തടയും. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണത്തിന് ഞാൻ പറഞ്ഞു, നമുക്ക് സെൽഫ് കൺട്രോൾ എന്ന് പറയാം. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ, CONTROL, സെൽഫ് കൺട്രോൾ. അപ്പം തടയുകയ്ക്ക് നമുക്ക് എങ്ങനെ പറയാം, പ്രിവെൻസ്. സെൽഫ് കൺട്രോൾ പ്രിവെൻസ് പല തെറ്റുകൾക്ക് നമുക്ക് എഴുതാം മെനി മിസ്റ്റേക്സ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, സെൽഫ് കൺട്രോൾ പ്രിവെൻസ് മെനി മിസ്റ്റേക്സ്. ആത്മനിയന്ത്രണം പല തെറ്റുകളും തടയും. സെൽഫ് കൺട്രോൾ പ്രിവെൻസ് മെനി മിസ്റ്റേക്സ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, സമയം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. സമയം ടൈം. വളരെ എന്ന് വെച്ചാൽ എന്താ, വെരി. വിലപ്പെട്ടത് നമുക്ക് പറയാം പ്രീഷ്യസ്. അപ്പം സമയം വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. ടൈം ഈസ് വെരി പ്രീഷ്യസ്. സമയം വളരെ വിലപ്പെട്ടതാണ്. ടൈം ഈസ് വെരി പ്രീഷ്യസ്. നമുക്ക് ഒന്നിച്ച് പറയാം, സമയം വളരെ വിലപ്പെട്ടതാണ്. ടൈം ഈസ് വെരി പ്രീഷ്യസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. സമയം നമ്മുടെ ഭാവി തീരുമാനിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. സമയം ടൈം, നമ്മുടെ എന്ന് വെച്ചാൽ എന്താ, അവർ. ഭാവി ഫ്യൂച്ചർ. തീരുമാനിക്കുക ഡിസൈഡ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, സമയം നമ്മുടെ ഭാവി തീരുമാനിക്കുന്നു. നമുക്ക് എഴുതാം ടൈം. അപ്പോൾ തീരുമാനിക്കുക എന്ന് വെച്ചാൽ എന്താ, ഡിസൈഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈം ഡിസൈഡ്സ് എഴുതുന്നു. ടൈം ഡിസൈഡ്സ് അവർ ഫ്യൂച്ചർ. ഭാവി എന്ന് വെച്ചാൽ എന്താ, ഫ്യൂച്ചർ. അപ്പം നമ്മൾ എന്താ എഴുതിയത്, ടൈം ഡിസൈഡ്സ് അവർ ഫ്യൂച്ചർ. സമയം നമ്മുടെ ഭാവി തീരുമാനിക്കുന്നു. ടൈം ഡിസൈഡ്സ് അവർ ഫ്യൂച്ചർ. നെക്സ്റ്റ് പോയിന്റ്, ഒരിക്കലും പ്രതീക്ഷ വിട്ട് കളയരുത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഒരിക്കലും പ്രതീക്ഷ വിട്ട് കളയരുത്. നെവർ ഗീവ് അപ്പ് ഹോപ്പ്. എന്ന് വെച്ചാൽ പ്രതീക്ഷ. നെവർ ഗീവ് അപ്പ് ഹോപ്പ്. ഒരിക്കലും പ്രതീക്ഷ വിട്ട് കളയരുത്. നെവർ ഗീവ് അപ്പ് ഹോപ്പ്. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. നെവർ ഗീവ് അപ്പ് ഹോപ്പ്. നെക്സ്റ്റ് പോയിന്റ്, എല്ലാവരെയും എപ്പോഴും ബഹുമാനിക്കുക. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. എല്ലാവരും എന്ന് വെച്ചാൽ എന്താ, എവ്രി വൺ. എപ്പോഴും ഓൾവേസ്. ബഹുമാനിക്കുക എന്ന് വെച്ചാൽ റെസ്പെക്റ്റ്.
അപ്പം എല്ലാവരെയും എപ്പോഴും ബഹുമാനിക്കുക. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. റെസ്പെക്റ്റ് എവ്രി വൺ, എല്ലാവരെയും. റെസ്പെക്റ്റ് എവ്രി വൺ, എപ്പോഴും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾവേസ്. റെസ്പെക്റ്റ് എവ്രി വൺ ഓൾവേസ്, എല്ലാവരെയും എപ്പോഴും ബഹുമാനിക്കുക. റെസ്പെക്റ്റ് എവ്രി വൺ ഓൾവേസ്. റെസ്പെക്റ്റ് എവ്രി വൺ ഓൾവേസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താ? സ്പീക്ക്. അപ്പം ചിന്തിക്കുക, തിങ്ക്. അപ്പം മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബിഫോർ. അപ്പം സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ നമുക്ക് എങ്ങനെ എഴുതാം? തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. തിങ്ക് ബിഫോർ യു സ്പീക്ക്. നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. എപ്പോഴും സത്യം പറയുക. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എപ്പോഴും എന്ന് വെച്ചാൽ ഓൾവേസ്. സത്യം ട്രൂത്ത്. പറയുക സ്പീക്ക്. അപ്പം എപ്പോഴും സത്യം പറയുക. ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. അപ്പോൾ നിങ്ങളുടെ ഒന്നിച്ച് പറയാം. എപ്പോഴും സത്യം പറയുക. ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്സുമായി കാണാം. ബൈ ഫ്രണ്ട്സ്.